കോട്ടയത്ത് അക്രമിയെ പിടിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം എന്നൊരു വളരെ ദുഃഖകരമായ വാർത്ത വരുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CPO ശ്യാമപ്രസാദാണ് മരിച്ചത്. തട്ടുകടയിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതി ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ നിലത്ത് വീണ ഉദ്യോഗസ്ഥനെ പ്രതി ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തളർന്നു വീണ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ടോബി, ദുഃഖകരമായ വാർത്തയാണ്. അപ്പോൾ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിനിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ദാരുണമായി മരണം സംഭവിക്കുന്നതും ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഈ അക്രമി ആരാണ്? അത്തരം വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? പോലീസ് പറയുന്നത് പ്രകാരം പെരുമ്പായിക്കാട് സ്വദേശിയായിട്ടുള്ള ജിബിൻ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവം നടക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലാണ്. ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ജോലി കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തെള്ളകത്തുള്ള ഒരു തട്ടുകടയിൽ ഈ ഉദ്യോഗസ്ഥൻ ശ്യാമപ്രസാദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അവിടെ ഈ തട്ടുകടക്കാരനുമായിട്ട് ഒരു തർക്കം ഈ പ്രതിയായിട്ടുള്ള വ്യക്തി ഉണ്ടാകുന്നു. ആ തർക്കത്തിനിടയിൽ ഈ തട്ടുകടക്കാരൻ പറയുന്നു, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ്, പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട്, അതായത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഈ പ്രതി അക്രമം നടത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇവർ തമ്മിൽ ഉന്തും തള്ളുമായി പിടിവലിയായി ഇവർ തമ്മിൽ മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. ആ സമയത്ത് പ്രതി എഴുന്നേറ്റ് ഈ ഉദ്യോഗസ്ഥനെ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ നൈറ്റ് പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന കുമരകം CI ആ പ്രദേശത്തേക്ക് വരുന്നു. ആ CI എത്തിയപ്പോൾ ഈ പ്രതിയെ അതിനുശേഷം ഓടിച്ചിട്ട് പിടികൂടുന്നു. ആ സമയത്ത് ഈ ജീപ്പിലേക്ക് ഈ ഉദ്യോഗസ്ഥൻ കയറിയിരുന്നു. അപ്പോൾ ആ ജീപ്പിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ ഉദ്യോഗസ്ഥനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി കസ്റ്റഡിയിലുണ്ട്, ചോദ്യം ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. എന്തായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടതിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. അക്രമി പോലീസുകാരനെ മർദ്ദിച്ചിട്ടുണ്ട്, അതിന് സാക്ഷികളടക്കമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി വരെ ജോലി ചെയ്ത് അതിൻ്റെ ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ അതിരമ്പുഴ പള്ളിയിലുമായി ബന്ധപ്പെട്ട് ചില ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ പേരുണ്ടോ, അതായത് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ആ സമയത്ത്, അതായത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഈ ഉദ്യോഗസ്ഥന് ഇല്ലായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് ആശുപത്രിയിൽ നിന്നും അടക്കം ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്താണ് യഥാർത്ഥ മരണകാരണം എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ആന്തരികമായി എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിരുന്നോ, കാരണം നെഞ്ചിലൊക്കെ ചവിട്ടിയിരുന്നു എന്നാണ്. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. കാരണം ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. അത് രണ്ടുപേർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഒന്ന് ഇടപെട്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞിട്ടും പ്രതി ഉപദ്രവിക്കുകയായിരുന്നു. അത് അവസാനം ഇങ്ങനെ ദാരുണമായ അദ്ദേഹത്തിന്റെ അന്ത്യത്തിൽ കലാശിക്കുകയും ചെയ്തു. നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്, ഇത്തരം വാർത്തകൾ പ്രഭാതത്തിൽ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. പക്ഷെ അത് വലിയ വാർത്തകളല്ലേ, നമുക്ക് ആ സമയത്ത് തന്നെ ഏറ്റവും ആദ്യം ആ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളതാണ്. അത് വാർത്ത നമ്മളെ ദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാണെങ്കിൽ പോലും ഇത്തരം വലിയ സംഭവങ്ങൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി അറിയിക്കുക എന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ള പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും, ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നുകൂടെ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അല്ലേ. രണ്ടുപേർ തമ്മിൽ വെറുതെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട്, ഇതൊരു വലിയ ദുരന്തത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ പോകുന്നു. പലപ്പോഴും ചെറിയ ചെറിയ വാക്കുതർക്കങ്ങളാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ലഹരി ഉപയോഗം, അതൊക്കെ തന്നെയുണ്ട്. അതൊക്കെ നമ്മൾ പ്രഭാതത്തിലാണെങ്കിലും പ്രദോഷത്തിലാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ബോധ്യവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എത്തിക്കുന്നത്. പ്രജിൻ പറഞ്ഞതുപോലെ വലിയ വാർത്ത തന്നെയാണ്. അതെ.